Hi dear children, welcome back to the chapter Principle of Mathematical Integration. Here is a question. Prove that 1 by 1 into 2 plus 1 by 2 into 3 plus 1 by 3 into 4 plus etc. plus 1 by n into n plus 1 equal to n by n plus 1 for all n greater than or equal to 1. That's our question. Principle of mathematics നമ്മൾ പറഞ്ഞു അല്ലേ. ഇത് n by n plus 1 ആണ് എന്നാണ് പ്രൂവ് ചെയ്യുന്നത്. For all n greater than or equal to 1 ഉം അതിന്റെ മുകളിലേക്കുള്ള ഏത് വാല്യൂസിനും ഇത് ട്രൂ ആണ് എന്നാണ് തെളിയിക്കുന്നത് അല്ലേ. നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞല്ലോ. തന്നിരിക്കുന്ന ഈ സ്റ്റേറ്റ്മെന്റിന് P of n എന്നായിട്ട് എടുക്കുക അല്ലേ. ഓക്കേ P of n എടുത്തു. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് നമ്മള് P of 1 കാണാം അല്ലെ. P of 1 ട്രൂ ആണ് എന്ന് തെളിയിക്കണം. P of 1 ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യണം? അതിന്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഈക്വൽ ആയാൽ മതി. ഓക്കെ, സോ ടു പ്രൂവ് P of 1, for P of 1, what about its LHS? ലെഫ്റ്റ് സൈഡ്, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇതിന്റെ ഈ ഭാഗത്ത് നിന്ന് ഫസ്റ്റത്തെ ടേം ആണ് അല്ലെ. 1 by 1 into 2. ഇത് 1 into 2 എന്നാണ് വായിക്കുക. 2 into 3 എന്നാണ്. 1 by 1 into 2 means 1 by 1 into 2 equal to 1 and 2 into 2 അല്ലേ. So 1 by 2 ഇതാണ് ലെഫ്റ്റ് സൈഡ് LHS. ഇനി RHS ആണ്. RHS equal to ന്റെ ആ ഭാഗത്തുള്ളത് ഇവിടെ n ന് 1 കൊടുക്കും. അപ്പൊ എന്താവും? n by n plus 1 എന്താവും? 1 by 1 plus 1. 1 by 1 plus 1 ആണ് 2 ആണ്. So here LHS equal to RHS. Therefore, എന്താ P of 1 is true. LHS and RHS equal ആയതുകൊണ്ട് P of 1 എന്തായി? True ആയി. Then next step എന്താ? Yes, assume P of k is true. P of k true ആണെന്ന് assume ചെയ്യാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിനപ്പുറത്തുള്ള P of k plus 1 true ആണെന്ന് തെളിയിക്കണം. So P of k true ആണെന്ന് assume ചെയ്താൽ എങ്ങനെയായിരിക്കും P of k വരിക? ഇതല്ലേ P of n. P of n ആയതുകൊണ്ട് ഇവിടേക്ക് n ന്റെ ടേംസ് ആണ് വരുന്നത്. n ന്റെ ടേം അല്ലേ. അപ്പൊ P of k ആണെങ്കിൽ എങ്ങനെ P of k? P of k 1 by 1 into 2 plus 1 by 2 into 3 plus 1 by 3 into 4 plus etc. എന്ത് വരും ഇവിടെ? 1 by k into k plus 1. n ന് പകരം k ആക്കുക. അപ്പൊ 1 by k into k plus 1 equal to ഇതാണ് P of k ന്റെ ലെഫ്റ്റ് സൈഡ്. ഇതിന് ഈക്വൽ എന്നാണ് അപ്പോഴല്ലേ ട്രൂ ആകാം. ഇത് ട്രൂ ആണ് എന്നാണ് നമ്മൾ അസ്യൂം ചെയ്തത്. സോ ദിസ് വൺ ഈക്വൽ ടു ഇവിടെ k ന്റെ വാല്യൂ കൊടുത്താൽ n ന്റെ വാല്യൂ കൊടുത്താൽ k by k plus 1. k by k plus 1. P of k ട്രൂ ആണ് എന്ന് കരുതിയാൽ അതിനർത്ഥം ദിസ് വൺ ഈക്വൽ ടു ദാറ്റ് വൺ എന്നാണ്. ഇത് രണ്ടും ഈക്വൽ ആണെന്ന് അസ്യൂം ചെയ്യുക. ഓക്കെ, ഇത് നമ്മൾ കരുതിയേക്കാണ്. ഇനി ഇതിനപ്പുറത്തുള്ള P of k plus 1 true ആണെന്ന്. So we need to prove P of k plus 1 is true. Okay. ഇനി എങ്ങനെയായിരിക്കും P of k plus 1 എന്ന് പറയാം? k ആയതുകൊണ്ടല്ലേ k into k plus 1 എന്നല്ലേ. ഇവിടെ എന്താണോ അതേ ഇൻറ്റു അതിനപ്പുറത്തുള്ളതാണ് ഇവിടെ വരും. അപ്പൊ ഇവിടെ k plus 1 ആണെങ്കിൽ ഇത് k plus 1 ആവും, ഇതിനപ്പുറത്തുള്ള k plus 2 ആവും. k ആയതുകൊണ്ട് k into k plus 1 ആണ് ലാസ്റ്റ് ടേമിന്റെ ഡിനോമിനേറ്റർ. ഇവിടെ k plus 1 ആണ് എങ്കിൽ ഇവിടെ k plus 1 into അതിനപ്പുറത്തുള്ള k plus 2 ആണ്. ഓക്കെ, പിന്നെ അതോടൊപ്പം ഇവിടെ k by k plus 1 ആണ്. ബ്രാക്കറ്റിൽ k ആയതുകൊണ്ടാണ് k by k plus 1. സോ ഇവിടെ ബ്രാക്കറ്റിൽ k plus 1 ആണെങ്കിൽ എന്ത് സംഭവിക്കും? k plus 1 by k plus 2. അല്ലെങ്കിൽ വേണ്ട, ഇതേ ബൈ ഇതാണ് ഇവിടെ കേട്ടാ. P of k plus 1 ആണെങ്കിൽ ഇവിടെ എന്തൊരു മനസ്സിലാക്കുക? k plus 1 into k plus 2. ഇത് ബൈ അത് ചെയ്താൽ ഇവിടെ കിട്ടും k plus 1 by k plus 2. അതാണ് P of k plus 1. അതാണ് നമുക്ക് പ്രൂവ് ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, P of k plus 1 ട്രൂ ആണ് എന്ന് തെളിയിക്കണമെങ്കിൽ ഇതുപോലെ k plus 1 നും കിട്ടണം. ഇത് P of k ആയതുകൊണ്ട് k by k plus 1 ൽ ഇത് അവസാനിച്ചു. P of k plus 1 ആയതുകൊണ്ട് എവിടെ അവസാനിക്കും? k plus 1 into k plus 2 ൽ അവസാനിക്കും. ഇനി ഇതിനെ ചെയ്താൽ എന്ത് കിട്ടണം? k by k plus 1 എന്നതുപോലെ k plus 1 by k plus 2 എന്ന് കിട്ടണം. This one by that one.
ഇതേ ബൈ ഇതല്ലേ ഇവിടെ വന്നിട്ടുള്ളത്. ഇത് പി ഓഫ് കെന്റെ റൈറ്റ് സൈഡ് ആണ്. ഇത് നമ്മൾ അസ്യൂം ചെയ്തതാണ്. ഇത് നമുക്ക് തെളിയിച്ച് കൊടുക്കേണ്ടതാണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടണം ഇതിനെ ചെയ്താൽ? കെ പ്ലസ് 1 കെ പ്ലസ് 2 എന്നാണ് കിട്ടുന്നത്. ഓക്കെ, കെ പ്ലസ് 1 കെ പ്ലസ് 2 കിട്ടിയിട്ടില്ല, അത് അന്വേഷിച്ച് പോവാം. ഓക്കെ, അപ്പൊ നമുക്ക് പി ഓഫ് കെ പ്ലസ് 1ന്റെ ലെഫ്റ്റ് സൈഡിലെ 3 ഭാഗം ഇതിനെ ചെയ്ത് ഇങ്ങനെ പോരുക. എന്നിട്ട് കെ പ്ലസ് 1 കെ പ്ലസ് 2 എന്ന് കിട്ടണം. ഓക്കെ, ഇനി ഇവിടെ നോക്കാം. പി ഓഫ് കെ പ്ലസ് 1ന്റെ LHS ലെഫ്റ്റ് സൈഡ് ആണ്. നമുക്ക് കെ പ്ലസ് 1 കെ പ്ലസ് 2 കിട്ടണം. ഇത് ഒക്കെ 1 ആണ് അല്ലെ. ഇത് 1 into 2 ആണ്, പിന്നെ 2 into 3 ആണ്, 3 into 4 അങ്ങനെ പോകും. കുറെ ചെല്ലുമ്പോ 9 into 10 ഉണ്ടാവും, 10 into 11 ഒക്കെ ഉണ്ടാവും. അപ്പോ 15 into 16 അവിടെ ഉണ്ടെങ്കിൽ അതിനിപ്പുറത്ത് എന്താ ഉണ്ടാവുക? അതിനപ്പുറത്ത് എന്താ മനസ്സിലാവും? 15 into 16 ഉണ്ടെങ്കിൽ അടുത്തത് 16 into 17 ആണ്, പിന്നെ 17 into 18. 15 into 16 ഇപ്പുറത്ത് ഉണ്ടാവും 15 16 ആകുമ്പോ 14 15 അല്ലെ. ഇവിടെ കെ പ്ലസ് 1 കെ പ്ലസ് 2 ആണെങ്കിൽ അതിനപ്പുറത്ത് കെ പ്ലസ് 2 കെ പ്ലസ് 3, പിന്നെ കെ പ്ലസ് 3 കെ പ്ലസ് 4. ഇങ്ങോട്ടാണ് കെ പ്ലസ് 1 കെ പ്ലസ് 2 ഇപ്പുറത്ത് ഉണ്ടാവും കെ കെ പ്ലസ് അല്ലെ. അതായത് ഇതിനേക്കാൾ ഒരു സ്റ്റെപ്പ് കൂടുതലാണ്. അപ്പൊ ഇതിനപ്പുറത്ത് ആരുണ്ടാവും? 1 കെ ഇൻറ്റു കെ പ്ലസ് 1. അതിന് ശേഷം എങ്ങനെ ടേം വരും അല്ലെ? 3 4 ആണെങ്കിൽ പിന്നെ 4 5 5 6 20 21 ആണ് എങ്കിൽ ഇപ്പുറത്ത് 19 20. ഇത് കെ പ്ലസ് 1 കെ പ്ലസ് 2 ആണ്. അതിനിപ്പുറത്തുണ്ടാവും കെ ഇൻറ്റു കെ പ്ലസ് ഈക്വൽ. ഇവിടുന്ന് ഇത്രയും ഭാഗം ആലോചിച്ചാൽ മനസ്സിലാവും. ഇവിടുന്ന് ഇവിടം വരെ നമ്മൾ അസ്യൂം ചെയ്ത പി ഓഫ് കെയുടെ ലെഫ്റ്റ് സൈഡ് ആണ്. ഇത് പി ഓഫ് കെ എത്രയല്ല കേട്ടോ, അത്രക്കില്ല, ഇവിടം വരെ ഉള്ളൂ. ഇത് പി ഓഫ് കെയുടെ ലെഫ്റ്റ് സൈഡ് ആണ്. നമ്മൾ അസംഷൻ ഇങ്ങനെയാണ്, ദിസ് വൺ ഈക്വൽ ടു കെ ബൈ കെ പ്ലസ് 1 ആണ്. അപ്പൊ ഇത്രയും ഭാഗത്തിന് പകരം എന്ത് കൊടുക്കാം? കെ ബൈ കെ പ്ലസ് 1 എന്ന് കൊടുക്കാം. പിന്നെ ബാക്കിയുള്ള ലാസ്റ്റ് ടേം 1 കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2. ഇനി ഇവിടെ കെ പ്ലസ് 1 ഉണ്ട്, ഇവിടെ ഉണ്ട് കെ പ്ലസ് 1. കെ പ്ലസ് 2 ഉണ്ട്, പക്ഷെ ഇവിടെ ഇല്ല. കെ ഉണ്ട്, പക്ഷെ അവിടെ ഇല്ല. അപ്പൊ രണ്ടിലും കോമൺ ആയില്ല കെ പ്ലസ് 1 ആണ്. അത് ഡിനോമിനേറ്റർ ആയതുകൊണ്ട് കെ പ്ലസ് 1 അല്ല പുറത്തു വരിക, 1 കെ പ്ലസ് 1 ആണ്. കാരണം ഇത് ഡിനോമിനേറ്റർ അല്ലേ. സോ 1 കെ പ്ലസ് 1 എടുത്താൽ ഇവിടുന്ന് കെ പ്ലസ് 1 കെ പ്ലസ് 1 പോകാൻ ഇത് പോന്നാൽ ബാക്കി ഉണ്ടോ? ഇവിടെ കെ മാത്രം ഉണ്ടാവും അല്ലെ. ഇവിടുന്ന് 1 കെ പ്ലസ് 1 കെ പ്ലസ് 2 ഉണ്ടാവുള്ളൂ. അത് താഴെ ആയതുകൊണ്ട് അതിന്റെ മുകളിൽ 1 കൊടുത്ത് അതിനെ താഴെയാണ് ഉറപ്പ് വരുത്തുക. 1 കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 1 കെ പ്ലസ് 2. ഓക്കെ, ഈക്വൽ. ഈ 1 കെ പ്ലസ് 1 അതുപോലെ ഇത് ഇങ്ങോട്ട് ഗുണിക്കും. തമ്മിൽ ഗുണിച്ചോ? കെ പ്ലസ് 2 ഇൻറ്റു കെ, അത് കെ കൊണ്ട് തന്നെ ഗുണിക്കും. കെ കൊണ്ട് ഇതിനെയും ഗുണിക്കാം, ഇതിനെയും ഗുണിക്കാം. അപ്പൊ തരും കെ സ്ക്വയർ പ്ലസ് 2 അല്ലെ. കെ സ്ക്വയർ പ്ലസ് 2k. പിന്നെ എങ്ങനെ ക്രോസ് ചെയ്യാം? അങ്ങനെ ക്രോസ് ചെയ്യാൻ 1 ഉണ്ടാവും, പ്ലസ് 1. താഴെ ഉണ്ടാവും ക്രോസ് ചെയ്യുമ്പോൾ ഇത് താഴെ വരും അല്ലെ. കെ പ്ലസ് 2 എന്നുള്ളത് താഴെ വരും, ഈക്വൽ ടു 1 കെ പ്ലസ് 1. താഴെ കെ പ്ലസ് 2 അതും എഴുതി. ഇതൊക്കെ ഇവിടെ കെ സ്ക്വയർ പ്ലസ് 2k പ്ലസ് 1 ആണ്. ഇത് കെ പ്ലസ് 1 ഹോൾ സ്ക്വയർ എന്നുള്ളതിന്റെ എക്സ്പാൻഷൻ ആണ്. എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ നമുക്ക് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ നേടാം. കാരണം എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്താ? എ സ്ക്വയർ പ്ലസ് 2a പ്ലസ് ബി സ്ക്വയർ. സോ കെ സ്ക്വയർ പ്ലസ് 2k പ്ലസ് 1 എന്ന് പറഞ്ഞാൽ അത് കെ പ്ലസ് 1 ഹോൾ സ്ക്വയറിന്റെ എക്സ്പാൻഷൻ ആണ്. സോ ഇതിനെന്ത് ചെയ്താം? കെ പ്ലസ് 1 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, ഇവിടെ ഒരു കെ പ്ലസ് 1 ഉണ്ട്. ഇത് കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 1 രണ്ടാൾക്കാരെ വിളിച്ചിരുന്നു. അപ്പൊ ഇതിനെ ഈ സ്ക്വയർ വെട്ടിക്കളി. ബാക്കി ഇവിടെ വരിക 1 ഉണ്ടാവും. കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 1 അതല്ലേ കെ പ്ലസ് 1 ഹോൾ സ്ക്വയർ. അതിൽ കെ പ്ലസ് 1 പോയാൽ ബാക്കി ഇവിടെ കെ പ്ലസ് 1 ഉണ്ടാവും. താഴെ എന്തുണ്ട്? കെ പ്ലസ് 2 ഉണ്ട്. ഇതിനെല്ലാം നമുക്ക് കിട്ടേണ്ടത് പി ഓഫ് കെ പ്ലസ് 1 ഈക്വൽ ടു നമുക്ക് ഇങ്ങനെ കിട്ടും. സോ പി ഓഫ് കെ പ്ലസ് 1 ഈസ് ട്രൂ അല്ലെ. പിന്നെന്ത് ചെയ്താം? Yes, hence by PMI, principle of mathematical induction. P of n is true for all n greater than or equal to 1. Okay. Okay, next question. Prove that 1 into 2 into 3 plus 2 into 3 into 4 plus 3 into 4 into 5 plus etc. plus n into n plus 1 into n plus 2 equal to
n into n plus 1 into n plus 2 into n plus 3 by 4 for all n belongs to n. എല്ലാ നാച്ചുറൽ നമ്പറിനും ഇത് ശരിയാണ് എന്ന് പ്രൂവ് ചെയ്യും. ഓക്കെ, ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. നമ്മൾ ഫസ്റ്റ് ചെയ്യുന്ന സ്റ്റെപ്പ് ഇതിനെ തന്നിരിക്കുന്ന സ്റ്റെപ്പിനെ p of n ആയിട്ടുണ്ട്. സോ p of n ഇതാണ് p of. ഇനി p of 1 ട്രൂ ആണ് എന്ന് തെളിയിക്കണം. അതിന് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഈക്വൽ ആയി വരണം. അതിനുശേഷം p of k ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യാം. എന്നിട്ട് അതിനുശേഷമുള്ള p of k plus 1 ട്രൂ ആണ് എന്ന് തെളിയിക്കാൻ കഴിഞ്ഞാൽ ഇത് ട്രൂ ആണ് എന്ന് നമുക്കൊരു കൺക്ലൂഷൻ. ഓക്കെ, സോ ടു പ്രൂവ് p of 1 തെളിയിക്കാൻ വേണ്ടിട്ട് നമ്മൾ അതിന്റെ LHS എടുക്കാം. ലെഫ്റ്റ് സൈഡ്, ഇതിന്റെ ലെഫ്റ്റ് സൈഡ് ഏതാ? നല്ലൊരു ഫസ്റ്റ് 1 into 2 into 3 1 2 3 മുടിച്ചാ 6 അല്ലേ? ഇതാണ് അതിന്റെ ലെഫ്റ്റ് സൈഡ്. ഇനി നമുക്ക് റൈറ്റ് സൈഡ് നോക്കാം. RHS എന്ന് പറഞ്ഞാൽ ഈക്വൽ ശേഷം അത്രയും ഭാഗം ഇവിടെ n-ന് 1 കൊടുക്കും. അപ്പൊ ഇത് n 1 ആവും. ഇത് 1 കൂടുമ്പോ 2 ആവും. ഇത് 1 2 കൂടുമ്പോ 3 ആവും. 1 3 കൂടുമ്പോ 4 ആവും. 1 into 3 into 1 into 2 into 3 into 4 by 4 ആണ്. ഈ 4 ഉം 4 ഉം കട്ട് ചെയ്താൽ കണ്ടാ 1 into 2 into 3 തന്നെ കുറിച്ച് എത്ര കിട്ടാ 6 കിട്ടും. So here LHS equal to RHS, therefore P of 1 is true. Okay, ഇനി P of k true ആണ് എന്ന് assume ചെയ്യും. Let P of k is true. Okay, അല്ലെങ്കിൽ assume P of k is true. എന്നിട്ട് P of k plus 1 true ആണ് എന്ന് തെളിയിക്കണം. Okay, അപ്പൊ assume P of k true. P of k true ആണ് എന്ന് കരുതുക. എന്ന് പറഞ്ഞാൽ P of k വരും n വരുന്നിടത്തൊക്കെ k കൊടുക്കുക. ബ്രാക്കറ്റിൽ n ആണ്, അതുകൊണ്ട് ഇവിടെ n, അതുകൊണ്ട് n-ലേക്ക് ഒന്ന് കൂട്ടി n plus 1 n plus 2 എന്നിട്ട് ഇവിടെ ഒക്കെ വരും n അല്ലേ? k ആണെങ്കിൽ ഇവിടെ ഒക്കെ k കൊടുക്കുക. സോ P of k equal to 1 into 2 into 3 plus 2 into 3 into 4 plus etc. അങ്ങനെ പോയി k ആക്കുക. k into k plus 1 k plus 2 k into k plus 1 into k plus 2. ഇതാണ് P of k ന്റെ ലെഫ്റ്റ് സൈഡിന്റെ എക്സ്ട്രീം ആയിട്ട്. ഓക്കെ, ഇനി റൈറ്റ് സൈഡ് P of n പോലെ തന്നെയാണ് P of k. P of k ട്രൂ ആണ് എന്നാണ് നമ്മൾ അസ്യൂം ചെയ്തത്. അങ്ങനെയാണ് ഇവിടെ k കൊടുത്ത k into k plus 1 k plus 2 k plus 3 അല്ലേ? ഈ മൂന്നെണ്ണല്ലേ? ആ മൂന്നെണ്ണത്തും കൂടാതെ അതിനപ്പുറത്തെ ഒരു ടേം കൂടി വരും. k into k plus 1 k plus 2 പിന്നെ k plus 3 k into k plus 1 k plus 2 പിന്നെ k plus 3 whole by 4. ഇതാണ് P of k. ഇത് രണ്ടും ഈക്വൽ ആണ് എന്ന് അസ്യൂം ചെയ്യും. Now we need to prove P of k plus 1 is true. ഇനി നമുക്ക് P of k plus 1 ട്രൂ ആണ് എന്ന് തെളിയിക്കണം. എങ്ങനെ P of k plus 1 എഴുതാം? P of k plus 1 k ആയതുകൊണ്ട് k into k plus 1 k plus 2. So k plus 1 ആകുമ്പോൾ 1 2 3 plus 2 3 4 plus etc. plus k ആയതുകൊണ്ട് k into അതിനപ്പുറത്തുള്ള രണ്ടാളും അല്ലെ? k plus 1 ആണെങ്കിൽ k plus 1 into അതിന്റെ അപ്പുറത്തെ രണ്ടാളും കേട്ടോ. അപ്പോ k plus 1 into പിന്നെ k plus 2 into ഒന്നുകൂടെ k plus 2. ഇവിടെ k ആയതുകൊണ്ട് k വന്നു, പിന്നെ അതിന്റെ അപ്പുറത്തെ രണ്ടാളും വന്നു. k plus 1 ആയതുകൊണ്ട് k plus 1 വരും, അതിനപ്പുറത്തെ രണ്ടാളും വരും അല്ലെ? ഈക്വൽ ടു എന്താണ് പ്രൂവ് ചെയ്യണത്? ഇതുപോലെ ഇവിടെ എന്ത് വരും? ഇത് മൂന്നെണ്ണം ഇവിടെ വരുന്നുണ്ട്, അതോടൊപ്പം അതിന്റെ അപ്പുറത്തൊരു ടേമും കൂടെ വരുന്നു അല്ലെ? അതല്ല അതിന്റെ റൈറ്റ് സൈഡ്. k ആയതുകൊണ്ടാണ് ഇവിടെ k സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ മൂന്നെണ്ണം, ആ k തന്നെ സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ 4 എണ്ണം. k plus 1 ആയതുകൊണ്ട് ഇവിടെ k plus 1 ൽ തുടങ്ങുന്ന മൂന്നെണ്ണം ഈക്വൽ ടു എന്ത് വരണം? എന്താണ് തെളിയിക്കേണ്ടത്? ഈ മൂന്നെണ്ണവും പിന്നെ അതിനപ്പുറത്തത് by 4 അല്ലെ? അപ്പോ k plus 1 into k plus 2 into k plus 3 കഴിഞ്ഞില്ല, k plus 4 whole by 4. ഇതാണ് പ്രൂവ് ചെയ്യുന്നത്. ഇത് രണ്ടും ഈക്വലി എന്നാണ് തെളിയിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ P of k plus 1 പ്രൂവ് ആയി. ഓക്കെ, അതിന് നമ്മൾ ഈ ലെഫ്റ്റ് സൈഡും കൊണ്ട് പോവാം. ഇത് വെച്ച് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടണം? ഇത് കിട്ടണം. ഓക്കെ, P of k plus 1 ന്റെ ലെഫ്റ്റ് സൈഡ് കിട്ടേണ്ടത് ഈ റൈറ്റ് സൈഡ് കിട്ടണം. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് k plus 1 ട്രൂ എന്ന് പറയുന്നത് 1 into 2 into 3 2 3 4 അടുത്ത് 3 4 5 അങ്ങനെ ഒന്ന് k plus 1 k plus 2 k plus 3. ഓക്കെ, ഇതില്
2 3 4 ആണെങ്കിൽ അടുത്തത് എവിടെ തുടങ്ങും? ഇതിന്റെ മിഡിലെ തുടങ്ങും അല്ലെ? 3 4 5 പിന്നെ അതിന്റെ മിഡില് 4 5 6 ഓരോന്നിന്റെ മിഡിലാണ് തുടങ്ങും. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, ഇത് 2 3 4 ആയിട്ട് അപ്പുറത്ത് എങ്ങനെ വരിക? അതിന് തൊട്ട് മുമ്പുള്ളത് ഈ ലാസ്റ്റ് ഉണ്ടാവില്ല, ഇതും ഇതും അതിന് മുമ്പത്തുണ്ടാവും അല്ലെ? 11 12 13 ആണ് എങ്കിൽ 11 12 13 ആണെങ്കിൽ അതിനപ്പുറം ഉണ്ടാവും ആ 13 ഉണ്ടാവില്ല. അപ്പോൾ 11 12 അതിന് മുമ്പത്തെ 10 ഉണ്ടാവും, 10 11 12 ഉണ്ടാവും. k+1 k+2 k+3 ആണ് എങ്കിൽ അതിനപ്പുറം ഉണ്ടാവും, ഇതുണ്ടാവില്ല, ഇതും ഇതും അതിന് മുമ്പത്തുണ്ടാവും. ഏതാ? k+2 k+1 k ഉണ്ടാവും. അപ്പൊ k × k+1 k+2 ആയിരിക്കും ഇവിടെ വരും അല്ലെ? അപ്പൊ അതുകൊണ്ട് കൂട്ടി ഇവിടെ k+1 k+2 ഇതിനാണ്. ഓക്കെ, കൂടെ കൂട്ടും. എന്നാൽ ഇത്രയും ഭാഗം നമ്മൾ അസ്യൂം ചെയ്ത പി ഓഫ് കെ ആണ്. പി ഓഫ് കെ ട്രൂ ആണ് നമ്മൾ എടുക്കുന്നത്. ഇതാണ് പി ഓഫ് കെ ലെഫ്റ്റ് സൈഡ്. ആ പി ഓഫ് കെ ട്രൂ ആയതുകൊണ്ട് ഇതിന് പകരം അതിന്റെ റൈറ്റ് സൈഡ് കൊടുക്കുക. എന്തായിരുന്നു പി ഓഫ് കെ റൈറ്റ് സൈഡ്? k × k+1 k+2 ഒന്നുകൂടെ k+3 by 4. ഇതല്ലേ പി ഓഫ് കെ ലെഫ്റ്റ് സൈഡ്? അത് ഈ റൈറ്റ് സൈഡിന് ഈക്വൽ ആണ്, നമ്മൾ അസ്യൂം ചെയ്താണ്. അപ്പൊ ഇതിന് പകരം ഇത് കൊടുത്തു, പ്ലസ് ഈ ലാസ്റ്റ് ടേം കൂടെ ഉണ്ട്, പ്ലസ് k+1 k+2 k+3. ഇതിന് പകരം കൊടുത്തു. ഇത് പി ഓഫ് k+1 ലാസ്റ്റ് ടേം. ഇനി രണ്ടിലും k+1 k+2 k+3 രണ്ടിലും ഉണ്ട് അല്ലെ? അപ്പൊ k+1 × k+2 × k+3 പുറത്തെടുത്താൽ ഇതാണ് ലാസ്റ്റ് കിട്ടണ്ടോ? k+1 രണ്ടിലുണ്ട്, k+2 ഉണ്ട്, k+3 ഉണ്ട്. രണ്ടിൽ നിന്നും ഇത്രയും പുറത്തെടുത്താൽ ബാക്കി എന്താ വരിക? ഇവിടെ ഇത് 3 പോകുന്ന ബാക്കി k/4 ഉണ്ട് അല്ലെ? k ഉണ്ട്, ഒരു /4 ഉണ്ട്. ഇവിടുന്ന് ഒക്കെ പുറത്തു വന്നാൽ ബാക്കിയുടെ പ്ലസിന് ശേഷം 1 ഉള്ളൂ, +1. ഓക്കെ, സോ ഈക്വൽ ടു k+1 × k+2 k+3 അല്ലെ? ഇതൊന്ന് ക്രോസ് ചെയ്ത് നോക്കാം, k+4 ആവും അല്ലെ? k+4 ആവില്ലേ? പിന്നെ ഈ 4 താഴെ ഉണ്ടോ? /4 അങ്ങനെയല്ലേ? സോ p of k+1 is true. കിട്ടില്ലേ? Hence by PMI, p of n is true for all n belongs to n natural number. Hence the proof. Okay, next question. Prove that 1/2 × 5 plus 1/5 × 8 plus 1/8 × 11 plus etc. plus 1/3n - 1 × 3n + 2 equal to n/6n + 4 for all n belongs to n. തുടങ്ങാം. ഫസ്റ്റ് ആണ് തന്ന സ്റ്റേറ്റ്മെന്റ് p of n എന്നെടുത്തു അല്ലേ? p of n. ഇനി p of 1 ട്രൂ ആണ്. p of 1 ന്റെ ലെഫ്റ്റ് സൈഡ് കാണാം. p of 1 ന് വേണ്ടി അല്ലേ? LHS. ഏതാ LHS ഇല്ല? ഈ ഫസ്റ്റ് ടേം മാത്രം 1/2 × 5 എന്ന് പറഞ്ഞാൽ 1/2 2 5 5 10 1/10 LHS. ഓക്കെ, ഇനി RHS. RHS ഈക്വൽ ടു അങ്ങനെ RHS ഇവിടെ n ന് 1 കൊടുക്കും. അപ്പൊ 1/6 × 1 + 4 അല്ലേ? 6 × 1 + 4 ആണ് 1/6 × 1 6 ആണ്, 6 + 4 അല്ലേ? That is 1/10. Here LHS equal to RHS അല്ലേ? LHS equal to RHS. Therefore p of 1 is 2. Clear? Now assume p of k is true. p of k true ആണെന്ന് assume ചെയ്യാം. That is assume p of k. എന്തായിരിക്കും p of k വരിക? അത് assume ചെയ്യണേ. n വന്നപ്പോ ഇവിടെയും ഇവിടെയും ഇവിടെ k. അങ്ങനെ k കൊടുത്തു വയ്ക്കും. 1/2 × 5 plus 1/5 × plus 1/8 × 11 plus etc. plus 1/k കൊടുത്താൽ 3k - 1 അല്ലേ? 3k - 1 into 3k + 2 3k + 2 equal to k/6k + 4 6k + 4. ഇത് രണ്ടും ഈക്വൽ ആണ് എന്ന് അസ്യൂം ചെയ്യാം. p of k ട്രൂ ആവുക എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും ഈക്വൽ ആണ്. അപ്പൊ അത് അസ്യൂം ചെയ്യാം. ഓക്കെ, നൗ വി നീഡ് ടു പ്രൂവ് p of k + 1 is true. അടുത്ത p of k + 1 ട്രൂ ആണെന്ന് തെളിയിക്കണം. അപ്പൊ p of k + 1 ലെഫ്റ്റ് സൈഡ് എങ്ങനെ വരാം? റൈറ്റ് സൈഡ് എന്താ കിട്ടണമെന്ന് അറിയണമെങ്കിൽ ഈ ഒരു സീരീസ് നിങ്ങൾ നോക്കുക. ഒക്കെ 1/ആണ്.
2 into 3 ആണ്, 2 into 5 ആണ്. ഇതിനേക്കാൾ 3 കൂടും ഇതില്ലേ. പിന്നെ അവസാനിച്ചതിലാണ് തുടങ്ങിയിരിക്കുന്നത്. അടുത്ത് അവസാനിച്ചതിൽ തുടങ്ങും, അവസാനിച്ചതിൽ തുടങ്ങും, അങ്ങനെ ഇതിനേക്കാൾ 3 കൂടും, ഇതിനേക്കാൾ 3 കൂടും, അതിനേക്കാൾ 3 കൂടും. ഓരോന്നും അവസാനിച്ചതിലാണ് പിന്നെ തുടങ്ങുക, പിന്നെ അതിലേക്ക് 3 കൂടും. അങ്ങനെയാണെങ്കിൽ ഇതാ 3k മൈനസ് ഇതിലേക്ക് 3 കൂട്ടിയതാ കിട്ടുക. 3n മൈനസ് 1 പ്ലസ് 2 ചെയ്താൽ ഇതാണ് കിട്ടുക. ഓക്കെ, അപ്പൊ ഓരോ ടേമും അടുത്ത ടേമിലേക്ക് ഒരു ടേമിലേക്ക് 3 കൂട്ടിയ അടുത്ത ടേം. ഏത് ടേമിലാണ് അവസാനിച്ചത് ആ ടേമിലാണ് അടുത്ത തുടങ്ങുക. ആ കാര്യം മനസ്സിലാക്കിയാൽ പി ഓഫ് കെ പ്ലസ് വണ്ണിന് ഒരു കുഴപ്പമുണ്ടാവും. പി ഓഫ് കെ പ്ലസ് വൺ ലെഫ്റ്റ് സൈഡ് എന്ത് വരും? നമ്മളിങ്ങനെ വരും അല്ലെ. 1/2 into 5, 1/5 into 8 അങ്ങനെ പോയി ഇത് പി ഓഫ് കെന്റെ ലാസ്റ്റ് ടേം ആണ്. കെ ആയതുകൊണ്ട് ഇവിടെ കെ വന്നു. ഇവിടെ കെ പ്ലസ് 1 ആണെങ്കിൽ 3 into k plus 1 വരും, പിന്നെ മൈനസ് 3 into k plus 1 plus 2. ആ k plus 1 ബ്രാക്കറ്റിലാണ്. പിന്നെ k plus 1 വരും 6 into k plus 1 plus ഒക്കെ k plus 1 ആയി മാറും. അതിലേറെ എളുപ്പം ഇങ്ങനെ മനസ്സിലാക്കാം. പി ഓഫ് കെന്റെ ലാസ്റ്റ് ടേംസ് ഇതാണ് അവസാനമെങ്കിൽ പി ഓഫ് കെ പ്ലസ് 1 എന്ന് പറഞ്ഞാൽ അടുത്തൊരു ടേം കൂടി വരും. ഇതിൽ അവസാനിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത എവിടെ തുടങ്ങാം? ഓരോ അവസാനിച്ചതും അടുത്തതിന്റെ തുടക്കമായിരിക്കും. 3k plus 2 ലാണ് അവസാനിച്ചിരുന്നത്. അപ്പൊ അടുത്തത് 3k plus 2 into പിന്നെ അതിലേക്ക് 3 കൂട്ടും. കണ്ടോ, ഇതിലേക്ക് 3 കൂട്ടി അത് കിട്ടും, ഇതിലേക്ക് 3 കൂട്ടി ഓരോന്നിലേക്ക് 3 കൂട്ടി അടുത്ത് കിട്ടും. ഏതിൽ അവസാനിച്ചോ അതിൽ തന്നെ തുടങ്ങും. അപ്പൊ പി ഓഫ് കെ ഇതിൽ അവസാനിച്ചിട്ടുണ്ടെങ്കിൽ പി ഓഫ് കെ പ്ലസ് എവിടെ തുടങ്ങും? 3k plus 2 ലാണ് തുടങ്ങും അല്ലെ. അപ്പൊ ഇതിന് ലാസ്റ്റ് എന്ത് വരിക? 1/3k plus 2 ഇതിൽ തുടങ്ങും. 3k plus 2 തുടങ്ങി അടുത്ത എന്ത് വരിക? ഇതിലേക്ക് 3 കൂട്ടിയാൽ മതി. അപ്പൊ എന്ത് വരിക? 3k plus 2 3, 3k plus 5. ഇതാണ് പി ഓഫ് കെ പ്ലസ് 1ന്റെ ലാസ്റ്റ്. ഇനി അല്ല എങ്കിൽ ഇങ്ങനെ ചെയ്യാം. കെ ആയതുകൊണ്ട് ഇവിടെ k ആണ്. k plus 1 ആണ് എന്ത് സംഭവിക്കുന്നു? 3 into k plus 1, k plus 1 ബ്രാക്കറ്റ് പിന്നെ മൈനസ് 1. അപ്പൊ 3k plus 3 കിട്ടും, ബ്രാക്കറ്റ് ഓപ്പൺ ആക്കിയാൽ 3k plus 3 1 വെച്ചാൽ 3k plus 2 തന്നെ കിട്ടാം. ഇവിടെ k ന്റെ അവിടെ k plus 1 കൊടുക്കാം, 3 into k plus 1 പിന്നെ പ്ലസ് 2. ആ 3 ഓപ്പൺ ആക്കിയാൽ k ന്റെ ഉള്ളിലേക്ക് കൊടുത്താൽ 3k plus 3 plus 2, 3 into 5 കേട്ടാ, ഇത് തന്നെയാണ് വരും. ഓക്കെ, അപ്പൊ ഇതാണ് പി ഓഫ് കെ പ്ലസ് 1ന്റെ ലാസ്റ്റ് വരും. കിട്ടേണ്ടത് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? പി ഓഫ് കെ പ്ലസ് 1 എപ്പോഴാണ് റൈറ്റ് ആവുക? ഇതേമാതിരി അവിടെ വരണം. k by 6k plus 4 എന്നാ. അങ്ങനെയാണെങ്കിൽ k plus 1 ഇവിടെ ബ്രാക്കറ്റിൽ k ആയതുകൊണ്ടാണ് k by എന്ന്. ബ്രാക്കറ്റിൽ k plus 1 ആയതുകൊണ്ട് വരിക ഇങ്ങനെയാണ് k plus 1 by എന്നാണ്. k plus 1 by. പിന്നെ ഇത് 6k plus 4 ആണ്. k ന്റെ അവിടെ k plus 1 കൊടുത്താൽ 6 into k plus 1 plus 4. 6 into k plus 1 6k plus 6 plus 4 എന്ന് പറഞ്ഞാൽ 6k plus 10 ആവില്ല, 6k plus 10 ആണ് ഇവിടെ വരിക. ഇല്ലെങ്കിൽ ഇങ്ങനെ മനസ്സിലാക്കാം. പി ഓഫ് കെന്റെ ലാസ്റ്റ് അല്ലേ ഈ 3k plus 2ന്റെ ഇതിന്റെ ഡബിൾ ആണ്. 3k plus 2ന്റെ മാത്രം ഡബിൾ എടുക്കുക, അതാണ് 6k plus 4 കണ്ടാ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ മാത്രം ഡബിൾ 6k plus 10. അങ്ങനെ ആലോചിച്ചാലും ഇവിടെ 6k plus 10 ആണ് വരുന്നത്. ഇതാണ് നമുക്ക് കിട്ടേണ്ടത്. ഇത് പി ഓഫ് കെ പ്ലസ് 1 LHS ലെഫ്റ്റ് സൈഡ്. ഇതിനെ ചെയ്തു പോന്നാൽ നമുക്ക് കിട്ടേണ്ടത് k plus 1 by 6k plus 10 എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് കിട്ടാൻ വേണ്ടി നമുക്കിത് ചെയ്തു നോക്കാം. ഓക്കെ, പി ഓഫ് കെ പ്ലസ് 1ന്റെ LHS ഇതാണ്. ഇതിൽ ലാസ്റ്റ് 3k plus 2 into 3k plus 5 ആണ് എങ്കിൽ അതിനെ തൊട്ട് മുമ്പ് എന്ത് വരും? ഓരോന്നും അവസാനിച്ചത് ഏതാണോ അതിലാണ് പിന്നെ അടുത്ത് തുടങ്ങുന്നത്. അല്ലെങ്കിൽ ഒന്ന് തുടങ്ങിക്കണ ഏതാണോ അതിലായിരിക്കും തൊട്ട് മുമ്പത്തെ അവസാനം. ഇതില് തുടങ്ങിയിരിക്കുന്ന 5 ആണ്, അതുകൊണ്ട് 5ലാണ് അടുത്ത മുമ്പത്തെ അവസാനം. 8ൽ അവസാനിച്ച അടുത്ത 8ൽ തുടങ്ങും. 8ൽ തുടങ്ങി എന്ന് പറഞ്ഞാൽ അതിന്റെ മുമ്പത്തെ 8ൽ അവസാനിച്ചത്. ഇത് തുടങ്ങി, ഇത് വെച്ച് തുടങ്ങി എന്ന് പറഞ്ഞാൽ ഇത് വെച്ചിട്ടായിരിക്കും തൊട്ട് മുമ്പത്തെ അവസാനിച്ചത്. അപ്പൊ ഇതിന് തൊട്ട് മുമ്പത്തത് 3k plus 2 ഉണ്ടാവും അല്ലെ. ഇതിന് മുമ്പത്തെ 1/3k plus 2 ഇവിടെ ഉണ്ടാവും. അതിന്റെ മുമ്പ് ഉണ്ടാവും. ഇത് 3 വർഷം മതി. ഇതിന് 3 വർഷം 3k plus 2 3 വർഷം 3k minus 1. അതായത് ഇത്രയും ഭാഗം പി ഓഫ് കെയുടെ ലെഫ്റ്റ് സൈഡ് ആണ്. ഇത്രയും ഭാഗം പി ഓഫ് കെയുടെ ലെഫ്റ്റ് സൈഡ് ആണ്. പി ഓഫ് കെയുടെ റൈറ്റ് സൈഡ് നമുക്ക് എന്താ? ബൈ ദ അസംഷൻ
റൈറ്റ് സൈഡ് എന്തായിരുന്നു k by 6k plus 4. ഇതല്ലേ നമ്മൾ p of k ന്റെ അസ്യൂം ചെയ്ത പ്രകാരം റൈറ്റ് സൈഡ് ഉണ്ട് അല്ലേ k by 6k plus 4 പ്ലസ് ഇനി അതുപോലെ 1 by 3k plus 2 into 3k plus 5 equal to k by ഇത് 2 into 3 ആണ് ഇത് 2 into 2 ആണ് രണ്ടിലും 2 കോമൺ എടുത്താൽ 3k plus 2 3k plus 2 ഇത് ഇങ്ങോട്ട് ഗുണിച്ചാൽ മതി ഉള്ളൂ പ്ലസ് 1 by 3k plus 2 into 3k plus 5 3k plus 2 രണ്ടിൽ നിന്നും കോമൺ ആയിട്ട് എടുക്കാം അല്ലെ കോമൺ പുറത്തെടുക്കാം അത് താഴെ ആയതുകൊണ്ട് 1 by 3k plus 2 ആണ് വരിക പിന്നെ അവിടെ എന്ത് വരും kയും ഒരു by 2 ബാക്കിയുണ്ടാവും k by 2 ആണ് താഴെ ഉണ്ടാവുക ഇവിടെ 1 by 3k plus 2 എടുത്താൽ ബാക്കി 3k plus 5 താഴെയാണ് അപ്പൊ 1 by 3k plus 5 വരും അല്ലെ ഈക്വൽ ടു 1 by 3k plus 2 എഴുതാം അതുപോലെ ഇത് ഇങ്ങോട്ട് ഗുണിക്കാം ഇത് രണ്ടും ഗുണിക്കാം അത് രണ്ടും ഗുണിക്കാം തമ്മിൽ ഗുണിച്ചാൽ 3k plus 5 നെ k കൊണ്ട് ഗുണിച്ചാൽ 3k square plus 5k എന്ന് വരും അല്ലേ ക്രോസ് ചെയ്താൽ 3k square plus 5k പിന്നെ 2 ഉം 1 ഉം ഗുണിച്ചാൽ 2 വരും plus 2 താഴെ 2 into 3k plus 5 2 into 3k plus 5 okay is equal to 1 by 3k plus 2 2 into 3k plus 5 കൊടുക്കട്ടെ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യണം 3k square plus 5k plus 2 ആണ് ഫാക്ടറൈസ് ചെയ്യാം ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ 3 into 2 6 മൾട്ടിപ്ലൈ ചെയ്ത 6 വരണം ആഡ് ചെയ്താൽ 5 വരണം ഗുണിച്ച 6 ഉം കൂട്ടിയാൽ 5 കിട്ടുന്ന 3 ഉം 2 അല്ലേ അപ്പൊ ഈ മിഡിൽ ടേമിനെ സ്പ്ലിറ്റ് ചെയ്യണം 3k സ്ക്വയർ അതുപോലെ എഴുതാം പ്ലസ് 2 അതുപോലെ ഇതും ഇതും അതുപോലെ എഴുതാം 5k എന്നുള്ളതിനെ 3k plus 2k എന്ന് എഴുതാം അത് 5k ആണല്ലോ തമ്മിൽ ഗുണിച്ചാൽ 6 5 ഇതാ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ മിഡിൽ ടേം 1 by 3k plus 2 താഴെ 2 into 3k plus 5 ഉണ്ട് ഇനി ഇത് രണ്ടും ഒരു ഗ്രൂപ്പ് ഇതിൽ നിന്നും 3 അതുപോലെ k 3k കോമൺ എടുക്കാം 3 രണ്ടിലുണ്ട് 3 രണ്ടിലുണ്ട് k അപ്പൊ 3k പുറത്ത് പോന്നാൽ ബാക്കി എന്താവും ഇവിടെ 3 ഉം ഒരു k പോന്ന ബാക്കി ഒരു k ഉണ്ടാവും അല്ലെ 3 ഉം k പോന്ന അവിടെ ഒന്നുമില്ല മീൻസ് അവിടെ 1 മാത്രമാണ് ഇത് പിന്നെ 2k plus 2 ആണ് 2k plus 2 രണ്ടിലും 2 ഉണ്ട് 2 പുറത്ത് എടുത്താൽ ഇവിടെ 2 പോന്നാൽ k ഇത് 2 into 1 അപ്പൊ 2 പോന്നാൽ 1 ഓക്കെ ഇത്രയാണ് ഇവിടെ is equal to 1 by 3k plus 2 അതുപോലെ ഇതിലും ഇതിലും k plus 1 കോമൺ ആയിട്ടുണ്ട് അല്ലെ അപ്പൊ രണ്ടിൽ നിന്നും k plus 1 പുറത്തെടുത്താൽ ബാക്കി എന്തുണ്ടാകും ഒരു 3k ഒരു plus 2 ഉണ്ടാവും 3k plus 2 താഴെ പിന്നെ അത്രയില്ല 2 into 3k plus 5 ഉണ്ട് ഓക്കെ ഇനി 3k plus 2 3k plus 2 കട്ട് ചെയ്യാം ബാക്കി വരുന്നത് 1 into k plus 1 എന്ന് പറഞ്ഞാൽ k plus 2 ഇത് ഇങ്ങോട്ട് ഗുണിച്ചാൽ 6k plus 10 കിട്ടും 6k plus 10 ഇത് തന്നെയാണ് നമ്മൾ അന്വേഷിച്ചു പോയ p of k plus 1 ന്റെ RHS ഇത് തന്നെയാണ് കിട്ടേണ്ടത് കിട്ടി സോ p of k plus 1 is 2 hence by PMI p of n is true for all n belongs to natural number hence the proof okay next question prove that 2 raised to n greater than n for all positive integer എന്ന് പറഞ്ഞാൽ ഇന്റിജേഴ്സിലെ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പർ ആണ് ഓക്കേ for all n belongs to n അതന്നെയാണ് ഓക്കേ ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത് 2 raised to n എപ്പോഴും വലുതായിരിക്കും n നേക്കാൾ എന്നാണ് പ്രൂവ് ചെയ്യുന്നത് ഇവിടെ ഇക്വേഷൻ അല്ല ഇനീക്വാളിറ്റി ആണ് സോ ടേക്ക് ദാറ്റ് ഇനീക്വാളിറ്റി ഓഫ് p of n സോ p of n എങ്ങനെ എടുക്കാം
2 raised to n greater than. ഇതാണ് നമ്മൾ ഇനിയിപ്പോൾ ഇതങ്ങ് നേരത്തെ പി ഓഫ് 1 ട്രൂ ആണെന്ന് തെളിയിക്കുക. അതിന്റെ LHS RHS നോക്കണമല്ലേ. ഇതിന്റെ ഈ ഭാഗം ആ ഭാഗം നോക്കിയാൽ മതി. ഇനീക്വാളിറ്റി അതുകൊണ്ടാണ്. പിന്നെ പി ഓഫ് കെ അസ്യൂം ചെയ്യാൻ ട്രൂ ആണെന്നുള്ളത് പി ഓഫ് കെ പ്ലസ് 1 ട്രൂ ആണെന്ന് കിട്ടിയാൽ നമ്മൾ ഓക്കെ. അപ്പൊ ഇത് ഇനീക്വാളിറ്റി ആണ്. അപ്പൊ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഇതാണ് നമ്മളെ പി ഓഫ് എൻ. ഇനി പി ഓഫ് 1 ട്രൂ ആണെന്ന് കിട്ടാൻ നമുക്ക് അതിന്റെ LHS RHS നോക്കൂലേ. ഇവിടെ LHS RHS ഈക്വൽ ടു അപ്പുറം ഇപ്പുറം ഈക്വൽ ടു അല്ല, ഇക്വേഷൻ അല്ല, ഇനീക്വാളിറ്റി ആണ്. സോ എന്നിന് 1 കൊടുത്തു, ഇവിടെ 1 കൊടുത്താ അപ്പൊ പി ഓഫ് 1 സമീപിക്കും 2 raised to 1 greater than. ഇവിടെ 1 കൊടുക്കും 1. LHS RHS എന്നില്ല. ഇത് ട്രൂ ആണോ ഫാൾസ് ആണോ നോക്കിയാൽ 2 raised to 1 നമ്മൾ 2 അല്ലേ. അപ്പൊ 2 greater than 1 ശരിയാണോ തെറ്റാണോ? 2 greater than 1 ആണ്. അപ്പൊ ഇത് ശരിയല്ലേ? Here 2 greater than 1 which is true. Therefore P of 1 is true. ഇവിടെ LHS RHS സെപ്പറേറ്റ് കണ്ടിട്ട് ഈക്വൽ ആയിരിക്കില്ല, ഇനീക്വാളിറ്റി ആയതുകൊണ്ട് 1 കൊടുക്കുമ്പോൾ ഇത് ട്രൂ ആവുന്നുണ്ടോ? P of 1 ട്രൂ ആയി. അപ്പൊ P of 1 ട്രൂ ആയി. ഇനി എന്താണ്? അസ്യൂം P of k is true. എങ്ങനെയാണ് P of k? ഇതല്ലേ P of n. P of k ആയിരിക്കും അസ്യൂം P of k. k കൊടുത്ത 2 raised to k greater than k. ഇത് ഇങ്ങനെയാണ് എന്ന് അസ്യൂം ചെയ്യുക. ഓക്കെ. Now we need to prove P of k plus 1 is true. ഇനി നമുക്ക് എന്ത് തെളിയിക്കണം? P of k plus 1 true ആണ് എന്നുള്ളത്. എങ്ങനെയായിരിക്കും P of k plus 1 വരിക? n അപ്പോ ഇവിടെ n, k ആണെങ്കിൽ ഇവിടെ k. അപ്പൊ k plus 1 ആണെങ്കിൽ ഇവിടെ k plus 1 ആക്കിയ പോലെ. അപ്പൊ 2 raised to k മാറി k plus 1 greater than k മാറി k plus 1. ഇങ്ങനെ കിട്ടിയാൽ 2 raised to k plus 1 greater than k plus 1 എന്ന് കിട്ടിയാൽ നമുക്ക് പറയാം P of k plus 1 ട്രൂ ആയി. അതിനും ഇതേ സ്വഭാവമുണ്ട്, ഈ ഇനീക്വാളിറ്റി അതും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് P of k plus 1 ട്രൂ എന്ന് പറയാം. ഓക്കെ. അപ്പൊ നമ്മള് 2 raised to k plus 1 greater than k plus 1 എന്ന് കിട്ടണം. കിട്ടിയിട്ടില്ല, കിട്ടിയാലേ അത് ട്രൂ ആവുള്ളൂ. ഓക്കെ. ഇതാണ് 2 raised to k plus 1 greater than k plus 1 കിട്ടണം. ഇത് കിട്ടിയാൽ നമ്മൾ ആൻസർ ഓക്കെ ആയി. ഓക്കെ. നമുക്കറിയാം P of k by the assumption P of k 2 raised to k greater than k. അത് നമുക്കറിയാം അല്ലേ. 2 raised to k is greater than k by our assumption. ഓക്കെ. ഇനി ചെയ്യുന്നത് ഈ 2 raised to k അവിടെ എഴുതി greater than k അപ്പുറത്ത് വിട്ടു. നമുക്കറിയാം ഇത് രണ്ടും ഇങ്ങനെയാണ്. P of k പ്രകാരം ഇത് greater than that one ആണ്. ഇനി രണ്ട് ഭാഗത്തും ഇനീക്വാളിറ്റിയുടെ രണ്ട് ഭാഗത്തും 2 കൊണ്ട് മൾട്ടിപ്ലൈ. ഒരു ഇനീക്വാളിറ്റിയുടെ ചെറിയ ഭാഗം വലിയ ഭാഗം അവിടെ 0 നെഗറ്റീവ് അല്ലാത്ത ഒരേ നമ്പർ ഇത് 2 കൊണ്ടാണ് അല്ലെ. നെഗറ്റീവ് കൊണ്ടാണെങ്കിൽ അതിന് ഈക്വാളിറ്റി നേരെ തിരിയും. ഇത് 2 ആണ്, പോസിറ്റീവ് ആണ്. പോസിറ്റീവ് ആണെങ്കിൽ അവിടെ ഇവിടെ ഒരേ നമ്പർ കൊണ്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ ഇവിടെ ഇൻറ്റു 2 ചെയ്യും. ഇനി ഈക്വാളിറ്റി ഉടക്കും 2k എന്ന് വരും. ഇത് 2k എന്നാവും അല്ലെ. ഇത് 2 raised to, ഇത് 2 raised to k, ഇത് 2 raised to 1 ആണ്. അപ്പൊ ഇതിനെ 2 raised to k plus 1 എഴുതാം. ഒരേ ബേസ് ആണെങ്കിൽ ആ ബേസ് പവേഴ്സ് ആണ് 2 raised to k plus 1. നമുക്കറിയാം അസംപ്ഷൻ പ്രകാരം ഇത് രണ്ട് ഭാഗത്ത് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇത് 2k ആയി. 2 raised to k plus 1 greater than 2k. ആ 2 raised to k plus 1 അതുപോലെ എഴുതി greater than 2k എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 2k ആണ് k plus k ആണ് അല്ലെ. അപ്പൊ 2 raised to k plus 1 greater than k plus k എന്ന് വരും. ഓക്കെ. ഇനി ഇവിടെ നമുക്ക് 2 raised to k plus 1 greater than എന്താ കിട്ടണ്ടേ? k plus k എന്നല്ല, k plus 1 എന്നാണ്. ഇത് k plus k ആണ്, k plus 1 എന്ന് കേട്ടോ. അപ്പൊ k plus k യും k plus 1 ഉം തമ്മിലുള്ള ബന്ധം പറയാം. ഇവിടെ 2k ഇവിടെ 2 കൊടുക്കുക, 2 എന്ന് കൊടുക്കുക. അപ്പൊ 2 plus 2 ഇത് 4 ആവും. ഇത് 2 plus 1 3 ആവും. ആ 4 വലുതാണ് 3 ശരിയല്ലേ. ഇവിടെ 3 കൊടുത്തോക്കാം, കേക്ക് 3 കൊടുത്തോക്കാം. അപ്പൊ 3 plus 3 എന്തെങ്കിലും 6. 3 plus 1 4. അപ്പോൾ 6 greater than 4. 20 കൊടുത്തോക്കാം. 20 plus 20 40 ആണ്. ഇതോ 20 plus 1 21. അപ്പൊ 40 വലുതാണ് 20. അപ്പോഴൊക്കെ ശരിയാവും അല്ലേ. 1 കൊടുത്തത് സംഭവിക്കും 1 plus 1. 1 plus 1 2. ഇത് 1 കൊടുത്ത 1 plus 2 ഗ്രേറ്റർ ദാനോ അല്ല ലെസ് ദാനോ ഈക്വൽ ആണ്. 1 കൊടുക്കുന്ന സമയത്ത് അത് ഈക്വൽ ആവും. 1നേക്കാൾ വലിയ നാച്ചുറൽ നമ്പർ അല്ലേ. 1നേക്കാൾ വലിയ ഏത് നമ്പർ കൊടുത്താലും ഈ ഭാഗം വലുതായിരിക്കും.
1 കൊടുത്താൽ വലുതാണ് നമുക്ക് കിട്ടില്ല. പക്ഷെ 1ന് ട്രൂ ആണെന്ന് 1 കൊടുത്തത് പി ഓഫ് 1 ട്രൂ ആണെന്ന് കിട്ടില്ലേ. അപ്പോ അത് ഓക്കെ. 1ന് ശേഷമുള്ളതൊക്കെ എന്താ സംഭവിക്കുക? കെ പ്ലസ് കെ എന്നുള്ളതായിരിക്കും കെ പ്ലസ് 1നേക്കാൾ വലുത്. ഓക്കെ, അപ്പൊ ഇതിനേക്കാൾ ഇത് വലുതാണ്, അതിനേക്കാൾ ഇത് ചെറുതാണ്, ഇതാണ് വലുത്. നമുക്കറിയാം 8 ഗ്രേറ്റർ ദാൻ 3. ഓക്കെ, 8 ഗ്രേറ്റർ ദാൻ 3 ആണ് നമുക്കറിയാം. 8 3നേക്കാൾ വലുതാണ്. ഇനി 3നേക്കാൾ ചെറിയ നമ്പർ എടുക്കാം, 2. 3 ഗ്രേറ്റർ ദാൻ 2. 3 വലുതാണ് 2നേക്കാൾ. 8 വലുതാണ് 3നേക്കാൾ. 3 വലുതാണ് 2നേക്കാൾ. എങ്കിൽ ഈ മിഡിലത്തെ 3 ആണ് ഒഴിവാക്കി വെക്കാം. 8 ഗ്രേറ്റർ ദാൻ 2 എന്ന് കിട്ടും. 100 ഗ്രേറ്റർ ദാൻ 75. ശരിയല്ലേ? ഇനി 70നേക്കാൾ ചെറിയ നമ്പർ എടുക്കാം, 70 ആയിക്കോട്ടെ. ആ 75 ഗ്രേറ്റർ ദാൻ 70. ഇത് വലുതാണ് ഇതിനേക്കാൾ, അത് വലുതാണ് അതിനേക്കാൾ. എങ്കിൽ ഈ നടുത്തവണ ഒഴിവാക്കി വെക്കാം. 100 ഈസ് ഗ്രേറ്റർ ദാൻ 70. അതിവിടെ അപ്ലൈ ചെയ്യണം. 2 raised to k plus 1 ഗ്രേറ്റർ ദാൻ k plus 3. ഇതിനേക്കാൾ ചെറുതാണ്. ഇതിനേക്കാൾ ചെറുതൊന്ന് ഞാൻ കൊടുക്കണം. k plus k നേക്കാൾ ചെറുതല്ലേ k plus 1. സോ ഈ സാധനം വലുതാണ് ആരേക്കാൾ? k plus 1നേക്കാൾ. ഇനി നടുത്തവണ ഒഴിവാക്കി. അപ്പൊ ഇത് വലുതാണ് അതിനേക്കാൾ. എന്ത് കിട്ടും? 2 raised to k plus 1 is greater than k plus 1. ഇതന്നെ നമുക്ക് കിട്ടണ്ടേ. So p of k plus 1 is true. Hence by PMI, p of n is true for all n belongs to n. I mean for all positive integers. Okay, hence the proof. Okay, next question. Prove that 1 square plus 2 square plus 3 square plus etc plus n square greater than n cube by 3 for all n belongs to n. അത് നമ്മൾ ചെയ്യുന്നത് തന്നിരിക്കുന്ന ഇനീക്വാളിറ്റിയെ p of n എന്ന് കൊടുക്കാം. p of n ready. ഇനി p of 1 ട്രൂ ഇടണം. LHS RHS ലെ ഇനീക്വാളിറ്റി ആണ്. അപ്പൊ എന്ത് ചെയ്യാം? 1 കൊടുത്തിട്ട് ഗ്രേറ്റർ ആണോ ലെസ് ആണോ നമുക്ക് നോക്കാം. p of 1 ഇതിൽ LHS ഏതില്ല? 1 സ്ക്വയർ. RHS നമ്മൾ ഇനീക്വാളിറ്റി അപ്പുറം വരില്ലേ? RHS ആ ഭാഗം എന്തിനാ? 1 ക്യൂബ് ബൈ 2. ഇതാണ് ഈ ഭാഗത്ത് വരിക. 1 കൊടുത്താല് 1 സ്ക്വയർ 1 ആണ് ഗ്രേറ്റർ ദാൻ 1 ക്യൂബ് പറഞ്ഞാൽ 1 ബൈ 3. ഇത് 1 ബൈ 3 ആണ്. 1 ബൈ 3 0.33 അല്ലേ? ഇത് 1 ആണ്, അത് വലുതാണ് 0.33നേക്കാൾ വലുതല്ലേ? സോ ഇതെന്തായി? ശരിയാണ് മനസ്സിലായി. സോ p of 1 is 2. p of 1 2 ആണ് മനസ്സിലായി. ഇനി അസ്യൂം p of k is 2. എങ്ങനെയൊക്കെ p of k വരാം? p of k ഇവിടെ എന്നിന് ഒക്കെ k കൊടുത്തു തരാം. 1 square plus 2 square plus 3 square plus etc plus k square greater than n cube or k cube by 2. ഇത് രണ്ടും ഇങ്ങനെയാണ്. ഇത് greater than that one എന്ന് അസ്യൂം ചെയ്യാം. p of k greater അല്ലേ? അതല്ലേ p of k true ആണെന്ന് തെളിയിക്കാമെന്ന് അർത്ഥം. p of k ന്റെ ഈ ഭാഗം വലുതാണ് ആ ഭാഗത്തേക്കാൾ. ഇതാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. Now we need to prove p of k plus 1 is. അങ്ങനെയാണെങ്കിലേ നമുക്ക് എന്താ പറയാൻ പറ്റുള്ളൂ? p of k plus 1 ട്രൂ കിട്ടിയാൽ നമുക്ക് ഇത് ട്രൂ ആണെന്ന് പറയാൻ പറ്റും. എങ്ങനെയായിരിക്കും p of k plus 1 എഴുതാം? p of k plus 1 ഇങ്ങനെ വരും അല്ലേ? ഇത് 1 സ്ക്വയർ ഇങ്ങനെ പോകുന്ന k സ്ക്വയർ വരും. അപ്പോ 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് എക്സെട്രാ പ്ലസ് ഇവിടെ വരെ പോകും. k സ്ക്വയർ വരെയാണ്. k ആയതുകൊണ്ട് k സ്ക്വയർ വരെ. k plus 1 ആയതുകൊണ്ട് അതിന്റെ സ്ക്വയർ വരെ പോകും. ഗ്രേറ്റർ ദാൻ ഇത് k സ്ക്വയർ അവസാനിച്ചു. ഇത് k plus 1 സ്ക്വയർ അവസാനിച്ചു. k ആയതുകൊണ്ട് k ന്റെ ക്യൂബ് ബൈ 3. n ആയതുകൊണ്ട് n ന്റെ ക്യൂബ് ബൈ 3. സോ k plus 1 ആയതുകൊണ്ട് k plus 1 ന്റെ ക്യൂബ് ബൈ 3 ആണ്. k plus 1 ന്റെ ക്യൂബ് ബൈ 3. ഇങ്ങനെ കിട്ടിയാൽ നമുക്ക് p of k plus 1 ട്രൂ ആണ് എന്ന് പറയാം. ഓക്കെ, റെഡി? നമ്മൾ തുടങ്ങാം. കിട്ടേണ്ടത് ഇതിനെ ചെയ്തു പോകാൻ ഇങ്ങനെയാണ് കിട്ടേണ്ടത്. ഇതിനെ ചെയ്തു പോയതിനു മുമ്പ് നമുക്കറിയാം ബൈ അവർ അസംഷൻ നമ്മൾ അസ്യൂം ചെയ്ത പ്രകാരം p of k ട്രൂ അല്ലേ? ഇതാണ് p of k ന്റെ വിഭാഗം മറുഭാഗം. ഇത് വലുതാണ് അതിനേക്കാൾ. ബൈ ദ അസംഷൻ വി നോ ദാറ്റ്. അസംഷൻ പ്രകാരം നമുക്ക് ഇങ്ങനെ അറിയാം. ഓക്കെ, സോ ദിസ് വൺ ഗ്രേറ്റർ ദാൻ ദാറ്റ് അസ്യൂം ചെയ്തു. ഇനി രണ്ട് ഭാഗത്തും നേരത്തെ 2 കൊണ്ട് ഗുണിച്ച മാതിരി രണ്ട് ഭാഗത്തും k plus 1 ഹോൾ സ്ക്വയർ ആഡ് ചെയ്യണം. ഇവിടെയും k plus 1 ഹോൾ സ്ക്വയർ കൂട്ടി, ഇവിടെയും k plus 1 ഹോൾ സ്ക്വയർ കൂട്ടി. രണ്ട് ഭാഗത്തും k plus 1 ഹോൾ സ്ക്വയർ കൂട്ടി. ഇപ്പൊ ഈ ഭാഗത്തിന് എന്ത് സംഭവിച്ചു?
നമ്മൾ ഉദ്ദേശിച്ച പോലെ കിട്ടി അല്ലെ. ഈ ഗ്രേറ്റർ ദാൻ ഇതിനെ ചെയ്തു വന്നാൽ നമുക്ക് ഇങ്ങനെ കിട്ടിയാൽ നമുക്ക് മനസ്സിലായി. ഓക്കെ, അപ്പൊ ഇത് അതുപോലെ വരുന്നു 1 square plus 2 square plus 3 square plus etc plus k plus 1 whole square ഗ്രേറ്റർ ദാൻ. ഇതിനെങ്ങനെയാണോ ഇങ്ങനെ കിട്ടിയാൽ നമുക്ക് ഓക്കെ. ഈ k cube by 3 അതുപോലെ പ്ലസ് a plus b whole square എക്സ്പാൻഡ് ചെയ്യാം അല്ലെ. അപ്പൊ k plus 1 whole square എക്സ്പാൻഡ് ചെയ്താൽ എന്താ k square plus 2k plus 1 എന്ന് വരും. ഇതിന് ഇതാണോ ഇതെങ്ങനെ വരും കേട്ടോ. ഇത് രണ്ടും ഈക്വൽ ആണല്ലോ. k cube ഇത് ഇങ്ങോട്ട് ക്രോസ് ചെയ്യാം. ഇതിന് ക്രോസ് ചെയ്താൽ k cube തന്നെ വരാം. ഇത് ക്രോസ് ചെയ്താൽ 3k square വരും. പിന്നെ 6k പ്ലസ് 3 k cube ചെയ്താൽ ഇത് ഗുണിച്ചാൽ 3k square 6k plus 3 whole by 3 എന്ന്. ഈ ഭാഗം ഓക്കെ. k plus 1 whole cube by 3 ആണ്. by 3 ഓക്കെ ആയിരുന്നു. ഇത് k plus 1 whole ക്യൂബിലേക്ക് എത്തിക്കണം. അതിനു മുമ്പ് എന്താണ് k plus 1 whole cube എന്ന് മനസ്സിലാക്കുക. a plus b whole cube equal to a cube plus 3a square b plus 3ab square plus b cube ആണ്. k plus 1 whole cube ആണ് k cube plus 3k square plus 3k plus 1 എന്നാണ്. ഇങ്ങനെ വന്നാൽ അതിനെ ഇങ്ങനെ എഴുതാം. അപ്പൊ ഇതിനെ അങ്ങനെ ആക്കാൻ നോക്കുകയാണ്. നമുക്ക് k plus 1 whole cube by 3 തരണം. by 3 റെഡിയാണ്. ഇതിനെ ഒന്ന് സെറ്റ് ആക്കുകയാണ്. അതിന് വേണ്ടി ചെയ്യുന്ന പണിതാ അതുപോലെ by 3 ആണെന്നുണ്ട്. k cube ഇങ്ങനെ വരട്ടോ. k cube ഉണ്ട്, അതുകൊണ്ട് ആ k cube എഴുതി. 3k square ആണ് ഇവിടെ. നമുക്ക് എത്ര k square ആ? 3k square ആണ്. അപ്പൊ അതുകൊണ്ട് അല്ലെ ഇതുണ്ട് ഇതുണ്ട്. നമ്മുടെ കയ്യിൽ 6k ഉണ്ട്, പക്ഷെ നമുക്ക് എത്ര k മതി? ഇത്ര ഇങ്ങനെ വന്നാൽ മാത്രമേ k plus 1 whole cube ആവൂ. k cube ഉണ്ട്, 3k square ഉണ്ട്. 6k നമ്മുടെ കയ്യിലുണ്ട്, പക്ഷെ എത്ര k മതി? 3k മതി. അതുകൊണ്ട് ആ 6k ഞാൻ ചെയ്തത് 3k ഇവിടെ എഴുതിയിട്ട് 6k 3k plus 3k എഴുതി. 6k തന്നെയല്ലേ? 6k നമ്മുടെ കയ്യിലുണ്ട്, പക്ഷെ നമുക്ക് 3k വന്നാൽ ഇങ്ങനെ വന്നാലേ ഇങ്ങനെ എഴുതാൻ പറ്റുള്ളൂ. ഇങ്ങനെ എഴുതാൻ പറ്റില്ല ആൻസർ ആവും. അപ്പൊ ഇത് അതുപോലെ എഴുതാം, ഇത് അതുപോലെ എഴുതാം. 6k നമ്മളെ കയ്യിലുണ്ട്, നമുക്ക് 3k വരണം. അതുകൊണ്ട് ഇതിന് 3k എന്നതിന് ശേഷം ബാക്കി എത്ര k ഉണ്ട്? 6k 3k അത് കുറച്ച് അപ്പുറത്തേക്ക്. ഇനി നമുക്ക് 3k വന്നു, പ്ലസ് 1 ആവാണ്, പക്ഷെ ഇവിടെ പ്ലസ് 3 ഇല്ലേ. അപ്പൊ പ്ലസ് 1 ഇത് ബാക്കി എത്ര ഉണ്ട്? ഒരു പ്ലസ് 2 ഉണ്ട്, അത് അപ്പുറത്തേക്ക്. ഇതിവിടെ ഉണ്ട്, ഇതിവിടെ ഉണ്ട്. 6k ഇവിടെ ഇവിടെ ആയിട്ടുണ്ട്, 3 ഇവിടെ ഉണ്ട്. ഇനി ഇത് ഇങ്ങനെ ഒരു ബ്രാക്കറ്റ് ആണ്. ഇതവിടെ നോട്ടെ. ഇതിനെങ്ങനെ എഴുതാം? k plus 1 whole cube അല്ലെ. k plus 1 whole cube പിന്നെ 2 plus 3k അല്ലെങ്കിൽ 3k plus by 3. നമ്മൾ പോകുന്നത് 1 square plus 2 square plus 3 square plus etc plus k plus 1 whole square ആണ്. അവിടെ നിന്നാണ് ഈ പോകുന്നത് കേട്ടോ. അതിന്റെ ഗ്രേറ്റർ തന്നെ കൊണ്ടാ പോകുന്നത്. ഇങ്ങനെ നമുക്ക് വേണ്ടത് k plus 1 whole cube by 3. ഇത് വേണ്ട. ഇനി ഇങ്ങനെ നോക്കാം. Eight is greater than 8 വലുതാണ് 5 plus 3 by 2. എത്ര 5 plus 3 by 2? 8 by 2 4. ഇത് 4 ആണ്. 8 വലുതാണ് 4നേക്കാൾ. ശരിയല്ലേ? ഇത് കറക്റ്റ് ആണ് എങ്കിൽ ഈ 3 ആണ് ഒഴിവാക്കി വെക്കാം. 8 വലുതാണ്. ഇതെത്ര? ഇതുകൂടെ ഉണ്ടെങ്കിൽ 4. ഇതൊന്നും ഒഴിവാക്കിയാൽ അത് 4നേക്കാൾ ചെറുതാ. ഇത് 2.5 അല്ലേ? 8 വലുതാണ് 5 plus 1 1 plus 5 by 2. 1 plus 5. 8 വലുതാണ് എത്ര? 6 by 2. 3നേക്കാൾ. ഇത് 3 ആണ്. 8 വലുതാണ് 3നേക്കാൾ എങ്കിൽ ഈ 8 വലുതാണ്. ഇതാണ് ഒഴിവാക്കിയാൽ മതി. 3നേക്കാൾ വലുതാണെങ്കിൽ അതിന്റെ ചെറുതിനേക്കാൾ എന്തായാലും വലുതാവും. അപ്പോ നമ്മൾ ഈ k plus 1 whole square വരെ പോകുന്നത് this 1 plus this 1 by 3 ഗ്രേറ്റർ ദാൻ ഇതും ഇതും കൂട്ടി by 3 ആണ്. അപ്പൊ അത് വലുതാണ്. ഇതിനേക്കാൾ ചെറിയൊരു നമ്പർ ആണ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ സാധനം ഒഴിവാക്കാം. k plus 1 whole cube by 3. ഇവിടെ 20 is greater than
7 plus 3. 20 വലുതാണ് 10നേക്കാൾ എങ്കിൽ അതേ 20 വലുതാകും. ഒരാൾ ഒഴിവാക്കി വെക്കാം. 10നേക്കാൾ തന്നെ 20 വലുതാണ്. അപ്പൊ പിന്നെ 10ന്റെ ചെറുതിനേക്കാൾ നല്ല വലുതാവും. അല്ലെങ്കിൽ ഇങ്ങനെ 20 greater than 7 plus 3 by 5. 7 plus 3 എത്ര? 10 by 5 എത്ര? 2. അപ്പൊ 20 വലുതാണ് 2നേക്കാൾ. 20 വലുതാണ് 2നേക്കാൾ എങ്കിൽ ഇത് മായ്ച്ചു കളഞ്ഞാൽ ഒരു കുഴപ്പമില്ല. ഇതിപ്പോ എത്ര? 2 ഇല്ല. 7 by 5 എത്ര? 1 point something അല്ലേ? അതുപോലെ ഇവിടെ ഉള്ളത് വലുതാണ് ഇതിനേക്കാൾ എങ്കിൽ ഇതിലും ചെറുതാണ് ഇത്. ഓക്കെ, സോ ദാറ്റ് വൺ ഈസ് ഗ്രേറ്റർ ദാൻ. ഇങ്ങനെ ഒഴിവാക്കിയാലും കുഴപ്പമില്ല. ഇതാണ് നമ്മൾ ആഗ്രഹിച്ച ഈ ഇനീക്വാളിറ്റിയുടെ ആ ഭാഗം. സോ P of k plus 1 is true. Therefore, hence by PMI, P of n is true for all n belongs to. Okay, next question. Prove that 41 raised to n minus 14 raised to n is a multiple of 27. 41 raised to n minus 14 raised to 41 14. ഇനി ഏത് വാല്യൂ കൊടുത്താലും നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ 27ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും എന്നാണ് പ്രൂവ് ചെയ്യുന്നത്. 1 കൊടുത്താലും 2 കൊടുത്താലും 3 കൊടുത്താലും 4 കൊടുത്താലും ഏത് നമ്പർ കൊടുത്താലും കിട്ടുന്ന വാല്യൂ 27ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ദാറ്റ് വി ഹാവ് ടു പ്രൂവ്. ഓക്കേ, സോ എന്ത് ചെയ്യാം? നമ്മൾ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് P of n ആണ്. ലെറ്റ് P of 41 raised to n minus 14 raised to n is a multiple of 20s. Okay, P of 1 ട്രൂ ആണ് തെളിയിക്കുക. എങ്ങനെ നോക്കുക? ഇക്വേഷൻ നമ്മൾ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് ഈക്വൽ ആക്കി ചെയ്തു, ഇനീക്വാളിറ്റി ചെയ്തു. ഇത് മൾട്ടിപ്പിൾ ഓഫ് 27 എന്നാണ് കിട്ടേണ്ടത്. 1 കൊടുത്ത് നോക്കുക. ട്രൂ P of 1. P of 1 എങ്ങനെയാ? 41 raised to 1 minus 14 raised to 1. 27ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ മാത്രമേ അത് ട്രൂ ആവുള്ളൂ. അപ്പൊ ഇത് 27ന്റെ മൾട്ടിപ്പിൾ ആണോ അല്ലയോ നോക്കാം. 41 raised to എന്ന് പറഞ്ഞാൽ 41 തന്നെ. 14 raised to 1 ഒരു നമ്പറിന്റെ raised to 1 എന്ന അതേ നമ്പറാണ്. 41 14 കുറച്ചാൽ കറക്റ്റ് കിട്ടുക 27. ഇത് 27ന്റെ മൾട്ടിപ്പിൾ അല്ലേ? 27 into 1 27 into പറഞ്ഞാൽ 54 അല്ലേ? 27 into 3 27 into നാച്ചുറൽ നമ്പേഴ്സ് കൊടുത്താൽ 27 മൾട്ടിപ്പിൾ. ഇത് 27 ആണ്, which is a multiple of 27. Therefore P of 1 is എന്തായി? ട്രൂ ആയി. ഇനീക്വാളിറ്റി എങ്ങനെയാണ് നമ്മൾ നോക്കാം? ഈ ഭാഗം ആ ഭാഗം വലുത് ചെറുതാണോ ഓക്കെ ആണോ നോക്കാം. ഇക്വേഷൻ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് നോക്കാം. ഇത് മൾട്ടിപ്പിൾ ഓഫ് 27 ആണോ അല്ലയോ നോക്കാം. ഇത് 27 ആണത്. P of 1 ട്രൂ ആണ്, 27 മൾട്ടിപ്പിൾ ആയതുകൊണ്ട് P of 1 ട്രൂ ആണ് കിട്ടി. Now assume P of k is അല്ലേ? P of k എങ്ങനെ വരാം? P of k P of k കൊടുത്തോക്കാം. 41 raised to k minus 14 raised to k. കഴിഞ്ഞില്ല. ഇത് P of k ആണ്. അതെന്താണ്? ട്രൂ ആണെങ്കിൽ എന്ത് സംഭവിക്കണം? ഇത് 27ന്റെ മൾട്ടിപ്പിൾ ആണ് എന്നാണ് അസ്യൂം ചെയ്യുന്നത്. സോ അസ്യൂം ദിസ് വൺ ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 27. 27ന്റെ മൾട്ടിപ്പിൾ ആണ് അസ്യൂം ചെയ്യരുത്. 27ന്റെ മൾട്ടിപ്പിളിന്റെ പ്രത്യേകത എന്താ? ഏതൊക്കെയായിരിക്കും 27ന്റെ മൾട്ടിപ്പിൾ? 27 into 1 27 അല്ലെ? പിന്നെ 27 into 2 നോക്ക് എത്ര വരിക? 54. പിന്നെ 27 into 3 നോക്ക് എത്ര വരിക? 81. അങ്ങനെ 27 into 4 104. അങ്ങനെ 27 into നാച്ചുറൽ നമ്പർ കൊണ്ട് ചെയ്താൽ 27 മൾട്ടിപ്പിൾ ആണ്. സോ ഇത് 27ന്റെ മൾട്ടിപ്പിൾ ആണ് എന്നാണ് നമ്മൾ അസ്യൂം ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് ലെറ്റ് ദിസ് വൺ ഈക്വൽ ടു മൾട്ടിപ്പിൾ ഓഫ് 27. 27ന്റെ മൾട്ടിപ്പിൾ ലെറ്റ് ഇറ്റ് ബി 27 m. 27 into നമ്പർ 27 x ചെയ്തോവാ. ഇത് 27 into m. 27ന്റെ മൾട്ടിപ്പിൾ ആണ്. ഇങ്ങനെ വന്നാൽ അതിനെ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ഓഫ് 27 എഴുതാം. അതാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ഓക്കെ, നൗ വി നീഡ് ടു പ്രൂവ്. ഇനി നമുക്ക് എന്താ പ്രൂവ് ചെയ്തത്? P of k plus 1 ട്രൂ ആണല്ലേ? P of k plus 1 എപ്പോഴാണ് ട്രൂ ആവുക? ഏതായിരിക്കും P of k plus 1 പറഞ്ഞാൽ? ഇതേമാതിരി പറഞ്ഞ P of k plus 1. P of k plus 1 എങ്ങനെ എഴുതാം? 41 raised to k plus 1 minus 14 raised to k plus 2. ഇത് എന്താവണം? 27ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ P of k plus 1 ട്രൂ ആവും. ഓക്കെ, ഇത് 27ന്റെ മൾട്ടിപ്പിൾ എന്ന് അസ്യൂം ചെയ്തു. ഇനി ഇതിന്റെ 27ന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് നോക്കണം. ഓക്കെ, ഇതാണ് P of k plus 1 ഒരു ഭാഗം. ഇതിനെ ചെയ്തു വന്നാൽ നമുക്ക് 27ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് കിട്ടും. അതിനു വേണ്ടി നമ്മൾ ചെയ്യണത് ഇവിടെ ഒരു ടേം ആഡും ചെയ്യാം സബ്ട്രാക്റ്റും ചെയ്യാം. ആ ടേമുകളാണ് ശ്രദ്ധിക്കണം.
41 into 14 raised to k. ഈ ഒരു സാധനം നോക്കുക. 41 into 14 raised to k. ഇവിടെ കൂട്ടും ചെയ്യണം കുറക്കും ചെയ്യണം. ഒരു നമ്പർ കൂട്ടിയ നമ്പർ കുറച്ച് കാര്യം വ്യത്യാസമില്ല. സോ ഇവിടെ ചെയ്യുന്നത് 41 raised to k plus 1. അതെ ഇത് കുറച്ച് ലാസ്റ്റ് ചെയ്താ മൈനസ് 14 raised to k plus 1. ഇവിടെ ഒരു ടേം പ്ലസും ഒരു മൈനസ്. ആദ്യം മൈനസ് ആണ്, ആദ്യം കുറക്കുക. ഏതാണ് ഈ ടേം ഇവിടെ ഉണ്ട്, ഇത് ഇവിടെ ഉണ്ട് കേട്ടോ. ഈ നമ്പർ ഇവിടെ കുറക്കുക, ഒപ്പം കൂടില്ല. 41 into 14 raised to k കുറച്ചു. ഇത് പുതിയത് വന്നതാണ്. അതേ നമ്പർ ഇവിടെ കൂട്ടുക. 41 into 14 raised to k കൂട്ടിയും ചെയ്ത് കുറച്ചും ചെയ്യും. അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഈ രണ്ട് നമ്പറും വെട്ടിപ്പോയാൽ 0 കിട്ടും. ഇത് രണ്ടും എക്സിസ്റ്റ് ചെയ്യും. ഈ നമ്പർ എന്തിനാണ് കുറച്ച് കൂട്ടി അടുത്ത സ്റ്റെപ്പിൽ മനസ്സിലാക്കാം. ഈ രണ്ടെണ്ണം ഉള്ളത് ഇപ്പൊ 4 ടീമായി. ഇതിനെ എങ്ങനെ ഗ്രൂപ്പ് ആക്കുക, അത് ഇങ്ങനെ ഗ്രൂപ്പ് ആക്കുക. ഇതിൽ കോമൺ ആയിട്ട് ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ഇത് 41 raised to k plus 1 എന്ന് പറഞ്ഞത് 41 raised to k into 41 ആണ്. k plus 1 എന്നുള്ള പവറിനെ സെപ്പറേറ്റ് ആക്കുക. 41 raised to k into 41 raised to 1 അതല്ലേ 41 raised to k plus 1. പിന്നെ മൈനസ് ഇത് അതുപോലെ ഇതാ 41 into 14 raised to k. ഇത് 41 into 14 raised to k മൈനസ് ഇതിനെ സെപ്പറേറ്റ് കൊടുക്കുക. 41 raised to k into 14 raised to k into 14 raised to 1. ഈ k plus 1 സെപ്പറേറ്റ് ആക്കി ഈ രണ്ടെണ്ണത്തിന്. ഓക്കെ, ഇനി ഇതിലേക്ക് നോക്കുക. ഇതില് 41 raised to k ഉണ്ട്, പിന്നെ 41. ഇതില് 41 ഉണ്ട്, ഇതില് 14 raised to k. ഇത് 14 raised to k ആണ്, പക്ഷെ ഇത് 41 raised to k. ഇത് രണ്ടും ഒരേ നമ്പർ അല്ല, പക്ഷെ ഇത് രണ്ടും ഒരേ നമ്പർ. 41 raised to 1 ഉം 41 ഒന്നല്ലേ. ഈ രണ്ടെണ്ണത്തിൽ നിന്നും 41 പുറത്തു എടുക്കുക. 41 പുറത്തെടുത്താൽ ബാക്കി എന്താ വരിക? ഇവിടെ നിന്ന് ഇവിടെ 41 പോന്നാൽ ഇവിടെ 41 raised to k ഉണ്ട്, 41 raised to k. ഇവിടെ നിന്നുണ്ടാവും 41 പോന്നാൽ 14 raised to k ഉണ്ടാവും അല്ലെ. പ്ലസ് ഇതില് 41 ഉണ്ട് നമ്പർ. ഇത് 41 14 അല്ല 40. പക്ഷെ ഇത് 14 raised to k ആണ്, ഇത് 14 raised to k. രണ്ടിൽ നിന്നും 14 raised to k കോമൺ. 14 raised to k പോന്നാൽ 14 raised to k പോന്നാൽ ഇവിടെ നിന്നും 41 ഉണ്ടാവും. 14 raised to k പോന്നാൽ ഉണ്ടാവും മൈനസ് 14 ഉണ്ടാവും. ഓക്കെ, ഇവിടുന്ന് 41 കോമൺ ആയിട്ട് എടുക്കുക. ഇവിടുന്ന് 14 raised to k കോമൺ ആയിട്ട് ഈക്വൽ ടു ഈ 41 അടക്കട്ടെ. 41 raised to k മൈനസ് 14 raised to k. ഇത് നമ്മളെ p of k ആണ്. അസ്യൂം ചെയ്ത പ്രകാരം ഇത് മൾട്ടിപ്പിൾ ഓഫ് 27 ആണ്. അസ്യൂം ചെയ്തില്ലേ? സോ ഇതിന് നമുക്ക് എന്ത് ചെയ്താം? ഇത് അതുപോലെ ഇതാ. ഇത് മൾട്ടിപ്പിൾ ഓഫ് എന്താണ്? 27 മൾട്ടിപ്ലൈ 27 എന്ന് കൊടുത്തു പ്ലസ് 14 raised to k അതുപോലെ 41 മൈനസ് 14. 14 കുറച്ചാൽ നമുക്കത് 27 ആണ്. So this one into multiple of 27 plus this one into 27. ഇത് 27 മൾട്ടിപ്പിൾ ആണ്, ഇത് 27 മൾട്ടിപ്പിൾ ആണ്. അപ്പൊ രണ്ടും 27 മൾട്ടിപ്പിൾ ആണെങ്കിൽ അവരുടെ സമ്മും തുകയും എന്താണ്? This one also multiple of 27. 27 മൾട്ടിപ്പിൾ. 27 രണ്ട് മൾട്ടിപ്പിൾ എടുത്ത് കൂട്ടിയാൽ കിട്ടുന്ന ആൻസർ 27 മൾട്ടിപ്പിൾ. 5 2 മൾട്ടിപ്പിൾ എടുക്കാം. 15 20 5ന്റെ മൾട്ടിപ്പിൾ ആണ്. 15 20 കൂട്ടിയേക്കാം 35. 5ന്റെ മൾട്ടിപ്പിൾ ആണ്. ഇത് 27 മൾട്ടിപ്പിൾ ആണ്, ഇതും 27 മൾട്ടിപ്പിൾ ആണ്. അതുകൊണ്ട് അതിന്റെ സമ്മും 27 മൾട്ടിപ്പിൾ ആണ്. Therefore p of k plus 1 എന്തായി? is also true. Multiple of 27 അല്ലേ? Therefore p of k plus 1 is also true. Hence by PMI p of n is true for all n belongs to n. Okay, hence true. Okay, last question. Prove that 10 raised to 2n minus 1 plus 1 is divisible by 11. ഈ സാധനം എന്നിന് എത്ര കൊടുത്താലും ഏത് നാച്ചുറൽ നമ്പർ കൊടുത്താലും ഇതിന്റെ വാല്യൂ ഡിവിസിബിൾ ബൈ 11 എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, സോ നമ്മൾ ചെയ്ത ഫസ്റ്റ് സ്റ്റെപ്പ് പി ഓഫ് n എന്ന് കൊടുക്കുക. ഡിവിസിബിൾ ബൈ 11 കൊണ്ട് ഡിവിസിബിൾ ആണ് എന്നാണ് പറയുന്നത്. 11 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നത്. ഏത് നമ്പറിനൊക്കെയാണ് 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുക? 11ന്റെ മൾട്ടിപ്പിൾസിനെ കൊണ്ട് അല്ലെ. 11 22 33 44 55 66 അങ്ങനെ അതാണ് 11ന്റെ മൾട്ടിപ്പിൾസ്. മൾട്ടിപ്പിൾ ഓഫ് 11 തന്നെയാണ് ഡിവിസിബിൾ ബൈ എന്ന് പറഞ്ഞത്. അപ്പോ ഇതിന്റെ വാല്യൂ ഏത് കൊടുത്താലും കിട്ടുന്നത് ഡിവിസിബിൾ ബൈ 11 എന്ന് പറഞ്ഞാലും
മൾട്ടിപ്പിൾ ഓഫ് 11 എന്ന് പറഞ്ഞാലും 1 തന്നെയാണ്. നമ്മൾ ഡിവിസിബിൾ നേരത്തെ നമ്മൾ മൾട്ടിപ്പിൾ ഓഫ് 27 പറഞ്ഞല്ലേ, അതുപോലെ ഈ വാല്യൂ ഏത് കൊടുത്താലും കിട്ടുന്ന വാല്യൂ 11 കൊണ്ട് ഡിവിസിബിൾ ആണ്, 11 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നവരാണ്. 11 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നവർ എന്ന് പറഞ്ഞാൽ അത് 11ന്റെ മൾട്ടിപ്പിൾസ് ആയിരിക്കും. 11 into 1, 11 into 2, 11 into 3, അല്ലെ 11, 22, 33 ഇതൊക്കെ തന്നെയാണ് അതിന്റെ മൾട്ടിപ്പിൾസ്. ഇപ്പോ ചെയ്യണത് എങ്ങനെയാണ്? P of 1 നമുക്ക് കൊടുക്കാം. എന്നിട്ട് 1 കൊടുത്താൽ 3 ഭാഗം 3 ഭാഗമാണ് 1 കൊടുക്കും. 10 raised to 2 into 1 അല്ലെ, കഴിഞ്ഞില്ല -1 പിന്നെ ഒരു +1. 10 raised to 2 into 1 -1. 10 raised to എത്ര 2 minus 1 plus 1. 10 raised to 2 minus 1 എത്ര 1 plus 1. 10 raised to 1 ഇത് 1 ഉണ്ടോ? 10 raised to 1 10 അല്ലേ, 10 plus എത്ര ഇതാ 11. P of 1 നമുക്ക് 11 ആണ് കിട്ടുക. ഇത് divisible by 11 അല്ലേ, 11 കൊണ്ട് ഡിവൈഡ് ചെയ്തു അല്ലേ, 11ന്റെ മൾട്ടിപ്പിൾ അല്ലേ. സോ P of 1 is true. ഓക്കേ, ഇനി നമുക്ക് അസ്യൂം ചെയ്യേണ്ടത് assume P of k is true. എന്തായിരിക്കും P of k വരിക? P of k പറയൂ. 10 raised to കൊടുക്കുക. 10 raised to 2k minus 1 plus 1. ഇതാണ് P of k. ഇതെന്താണ് അസ്യൂം ചെയ്യണം? ട്രൂ ആണ് എന്നത്. എപ്പോഴാണ് ട്രൂ ആകാം? ഡിവിസിബിൾ ബൈ 11 ആകുമ്പോ. എന്ന് പറഞ്ഞാൽ 11 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? എന്ന് പറഞ്ഞാൽ 11 കൊണ്ട് ഹരിക്കാൻ പറ്റുമെങ്കിൽ അതെന്താണ്? 11ന്റെ മൾട്ടിപ്പിൾ ആണ്. സോ ലെറ്റ് P of k is true. That is, let this one equal to multiple of 11. 11ന്റെ മൾട്ടിപ്പിൾ ആണ്. 11 into a നാച്ചുറൽ നമ്പർ 11m എന്ന് കരുതാം. This one കണ്ടാൽ, ഇതിനെ കണ്ടാൽ നിങ്ങൾ 11m എന്ന് കരുതണം. ഓക്കെ, അതാണ് നമ്മൾ അസ്യൂം ചെയ്തത്. Now we need to prove P of k plus 1 is true. ഇനി നമുക്ക് എന്ത് ചെയ്യണം? P of k plus 1 true ആണ് കിട്ടണം. എങ്ങനെയായിരിക്കും P of k plus 1 ഇതാ? P of k plus 1 equal to, ഇവിടെ k plus 1 കൊടുത്തിട്ടുണ്ട്, k 10 raised to 2 into k എന്നല്ലേ, 2 into k മാറി 2 into k plus 1. ഇങ്ങനെയല്ല, ഇങ്ങനെ 10 അതുപോലെ ഇടാം, 2 അതുപോലെ ഇടാം, k മാറി k plus 1 കൊടുക്കും, ശേഷം ഒരു -1. ഇതാണ് P of k plus 1. ഇതിനെ ചെയ്തു വന്നാൽ നമുക്ക് എന്ത് കിട്ടണം? 11ന്റെ മൾട്ടിപ്പിൾ കിട്ടണം. ഓക്കെ, സോ നമുക്ക് ചെയ്യണം P of k plus 1. ഇതുകൂടെ നോട്ടെ, നമ്മൾ അസ്യൂം ചെയ്ത പ്രകാരം ഇങ്ങനെ കണ്ടാൽ 11ന്റെ മൾട്ടിപ്പിൾ ആണ് നമുക്ക് എടുക്കാം കേട്ടോ, അസ്യൂം ചെയ്ത്. P of k plus 1 എങ്ങനെയാണ്? 10 raised to ഈ 2 ഇങ്ങോട്ട് വിളിച്ചാൽ 2k plus 2 പവറിലാണ് 2k plus 2, ശേഷം ഒരു -1 ഉണ്ട്. ഓക്കെ, +1 കൂടെ ഉണ്ടല്ലോ അവിടെ. ഇതാണ് P of k plus 2. 10 raised to 2 into k plus 1 minus 1 plus 1 കൂടെ ഉണ്ടല്ലേ, +1 അവിടെ ഉണ്ട്. ഓക്കെ, ഇനി ഇവിടെ ചെയ്യുന്നത് ഈ +1 നടക്കട്ടെ. 10 raised to 2k അതുപോലെ. ഇനി +2 -1 എന്നാണ്. +2 -1 അതിനെ തിരിച്ചിട്ടു -1 +2 എന്നാണ്. ഇത്രയും പവറിലാണ്, അതേ പവർ ഇവിടെ ഉണ്ട്. 10 raised to 2k ഇത് രണ്ടാമത് മാറ്റി -1 +2 എന്നാക്കി. ഈക്വൽ ടു 10 raised to നമുക്ക് ഇങ്ങനെ x raised to 3 into x raised to 5 നെ x raised to 3 plus 5 എന്ന് പറഞ്ഞാൽ x raised to 8 എന്ന് എഴുതാം അല്ലേ. അപ്പോ ഈ ടേമിലേക്ക് നോക്കും. x raised to 3 plus 5 ആണ് x raised to 8. ഇതിനെ അങ്ങനെ എഴുതാൻ പറ്റും, ഇതിനെ അങ്ങനെ എഴുതാൻ പറ്റും. x raised to 3 plus 5 നെ സെപ്പറേറ്റ് പവർ കൊടുക്കുക. x raised to 3 into x raised to 5. അങ്ങനെ ഇതിന് സെപ്പറേറ്റ് ചെയ്യുക. 10 raised to 2k into 10 raised to -1 into 10 raised to +2. 10 raised to ഇത്, 10 raised to ഇത്, 10 raised to അങ്ങനെ ഇവിടെ 3 ഉണ്ട്. ഇല്ലെങ്കിൽ ഇങ്ങനെ രണ്ടെണ്ണാക്കാം. 10 raised to ഇത്രയും ഒരു ഗ്രൂപ്പ് ആക്കുക. ഏതാ? 2k minus പിന്നെ 10 raised to 2. ഈ 2 ഒക്കെ പവർ ആണ്, അപ്പൊ into 10 raised to 2 പിന്നെ +1. x raised to 4 plus 9 എന്നുള്ളതിനെ x raised to 13 എന്ന് എഴുതാം അല്ലെ. ഈ x raised to 30 എന്ന് പറഞ്ഞാൽ 4 plus 9. അപ്പൊ ഇതിന് എന്ത് ചെയ്യാം? ഇതിന് x raised to 4 into x raised to 9 എന്നാക്കാം. സെപ്പറേറ്റ് പവേഴ്സ് കൊടുക്കും. അങ്ങനെ സെപ്പറേറ്റ് 2k -1 ഒരു പവർ എടുത്തു, 2 വേറെ പവർ ആയിട്ട് ഈക്വൽ ടു 10 raised to 2k -1 ആണ്. 10 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 10ന്റെ സ്ക്വയർ 100 അല്ലേ, 100 നെയ്ത്, ഇതിന് 100 നെയ്ത് കേട്ടോ. അതുപോലെ +1 ഇതിങ്ങനെ കൂട്ടാൻ പറ്റില്ല, അതിങ്ങനെയാണ് പേര് കേട്ടോ. ഈ 10 raised to 2k -1 എഴുതി. 100 എന്നുള്ളതിനെ 99 plus 1 എഴുതി.
ഈ 100നെ വീണ്ടും മാറ്റി ഇതിനെങ്ങനെ ആക്കി പ്ലസ് 1. This one into 99 plus 1. This one into ഇങ്ങോട്ട് ഗുണിക്കാം. This one into 99 plus this one into 1 അല്ലേ? ഇത് ഇങ്ങോട്ടും ഗുണിക്കാം. 10 raised to 2k minus 1 ഉണ്ട് നമ്മുടെ കയ്യില് into 99 plus ഇത് വിളിച്ചാൽ 10 raised to 2k minus 1 into 1 പിന്നീട് plus 1. This one into 99 the same one into 1 അല്ലേ? പിന്നെ plus 1. It is equal to 10 raised to 2k minus 1 into 99 plus 10 raised to 2k minus 1 into 1 plus 1. ഇനി ഇങ്ങോട്ട് നോക്കാം. ഇതേ 99 പറഞ്ഞാൽ 11 into 9. ഇതിൽ 11ന്റെ മൾട്ടിപ്പിൾ ആണ്. സോ ദിസ് മൾട്ടിപ്പിൾ ഓഫ് 11 ആണ്. മൾട്ടിപ്പിൾ ഓഫ് 11ന്റെ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ ഡിവിസിബിൾ ബൈ 11 ആണ്. ഇതെന്താ 10 raised to 2k minus 1 plus 1. ഇത് നമ്മളെ P of k ആണ്. ബൈ അവർ അസംഷൻ ഇതെന്താണ് നമ്മൾ അസ്യൂം ചെയ്ത 11ന്റെ മൾട്ടിപ്പിൾ അല്ലേ? സോ ഇത് നമുക്ക് 11ന്റെ മൾട്ടിപ്പിൾ ഉണ്ട്. ഇതും 11ന്റെ മൾട്ടിപ്പിൾ ആണ്, ഇതും 11ന്റെ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ ഡിവിസിബിൾ ബൈ 11 ആണ്, ഡിവിസിബിൾ ബൈ 11 ആണ്. രണ്ടും ഡിവിസിബിൾ ബൈ 11 ആണെങ്കിൽ അതിന്റെ സമ്മും ഡിവിസിബിൾ ബൈ 11 ആയിരിക്കും. സോ ദിസ് വൺ ആൾസോ ഡിവിസിബിൾ ബൈ 11. That is P of k plus 1 is 2. Hence by PMI, P of n is 2 for all n belongs to natural. Okay. ഇതോടുകൂടി ഈ ഒരു ചാപ്റ്റർ അവസാനിക്കണം. അടുത്ത ക്ലാസ്സിൽ നമ്മൾ പുതിയ ചാപ്റ്ററുമായി തിരിച്ചു. ഓക്കെ.